അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 8ാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ലിസാനുൽ ഖുർആനിന്റെ ചോദ്യപേപ്പർ അവലോകനമാണ് നടത്തുന്നത്. ഒന്നാമത്തേത് കമ്മിലിൽ ജദ്വല ബിൽ മുനാസിബി. ഇവിടെ ഈ പട്ടിക, ഈ കോളംസ് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. മസഹത്തു വജിഹി വയദയ്യ. മസഹത്തു ഞാൻ തടവി, വജിഹി എന്റെ മുഖവും, വയദയ്യ കൈകളും. ഇനി ഇവിടെ അതിന്റെ ഫഅല വസന തന്നിട്ടുണ്ട്. നമുക്കറിയാം ബേസിക് ഫിഅല് അത് ഫഅലയാണ്. അപ്പോൾ ആ ഫഅല വസന് ഇവിടെ ചിലത് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ അടങ്ങിയിട്ടുള്ള ലമീർ എഴുതണം. അപ്പൊ മസഹത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തടവി എന്നാണ്. അപ്പൊ അതിന്റെ ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു, അതിന്റെ ബേസിക് വസന് ഫഅൽതു എന്നാണ്. അപ്പൊ ഫഅൽതു എന്നുള്ളതിലുള്ള ലമീർ ഏതാണ്? നമ്മൾ ഫഅല ഫഅല ഫഅലു ഫഅലതു ഫഅലത ഫഅൽന ഫഅൽത ഫഅൽതുമാ ഫഅൽതും ഫഅൽതി ഫഅൽതുമാ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന അങ്ങനെ സർഫാക്കുമ്പോൾ അതിന്റെ ലമീറുകളും നമ്മൾ കൂടെ പഠിച്ചിട്ടുണ്ട്. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നഹനു. അപ്പൊ ഫഅൽതു എന്നുള്ളതിൽ അടങ്ങിയിട്ടുള്ള ലമീർ ഞാൻ എന്നുള്ളതല്ലേ. അപ്പൊ അന എന്നുള്ളതാണ് ഇവിടുത്തെ ലമീർ, അന. ഇനി അടുത്തത് അൽ ഖതീബു ഖതബ യൗമൽ ജുമുഅ. ഖതീബ് വെള്ളിയാഴ്ച പ്രസംഗിച്ചു. അപ്പോൾ അവിടെ ഖതബ എന്ന് പറയുമ്പോൾ ഏത് ഫീലാണ്? ഫഅല എന്നുള്ള ഫീലാണ്, ഫഅല വസൻ. അപ്പൊ ഫഅല എന്നുള്ളതാണ്, ഫഅല വസനിൽ വരുമ്പോൾ ഫഅല എന്നുള്ളതാണ് ഖതബ. അതിലുള്ള ലമീറാണ് ഹുവ. ഇനി അടുത്തത് അന്നിസാഉ പെണ്ണുങ്ങൾ ദഖൽന ബുയൂതഹുന്ന. ബുയൂതഹുന്ന അപ്പോൾ ഫഅൽന, അതിലുള്ള ഫഅല വസൻ ഏതാ? ഫഅൽന. അപ്പൊ ഫഅൽന എന്ന് പറയുമ്പോൾ അതിലുള്ള ലമീർ ഏതാ? ഫഅല ഫഅല ഫഅലു ഫഅലതു ഫഅലത ഫഅൽന. അപ്പൊ ഏതാണ്? ഹുന്ന എന്നുള്ളതാണ് അതിലടങ്ങിയിട്ടുള്ള ലമീർ, ഹുന്ന. ഇനി അടുത്തത് ഗസൽന റിജ്ലൈനി മഅൽ കഅബൈൻ. ഞങ്ങൾ ഞെരിയാണി ഉൾപ്പെടെ കാലുകൾ കഴുകി. അപ്പൊ ഞങ്ങൾ കഴുകി എന്നാണ് അവസാനത്തത്. ഫഅൽതു ഫഅൽന ഫഅൽന. അപ്പൊ ഞങ്ങൾ എന്നുള്ളതിന് നഹ്നു എന്നുള്ളതാണ് അതിലെ ലമീർ. ഇനി അടുത്തത് അൽ ബിൻതാനി പെൺകുട്ടികൾ, രണ്ട് പെൺകുട്ടികൾ കസഹത ഫിന അൽ ബൈത്തി വീടിന്റെ മുറ്റം അവർ അടിച്ചുവാരി. അപ്പോ ഫഅലത് ഫഅലത രണ്ട് പെണ്ണുങ്ങൾ ചെയ്ത പ്രവൃത്തി ഫഅലത. അപ്പൊ അതിലുള്ള ലമീർ ഏതാ? ഫഅല ഫഅല ഫഅലു ഫഅലത് ഫഅലത എന്നല്ലേ. അപ്പോ ഹിയ ഹുമാ എന്നുള്ളതാണ് ഇവിടുത്തെ ലമീർ. ഇനി അടുത്തത് അൻത കസറത്തൽ ഖാറൂറ. നീ പൊട്ടിച്ചു. അൻത കസറത. അപ്പോ അതിന്റെ ഫഅല വസൻ ഏതാണ്? ഫഅൽത എന്നാണ് ഇവിടെ വേണ്ടത്. ഫഅൽത അതിലെ ലമീറാണ് അൻത എന്നുള്ളത്. ഇനി അടുത്തത് ഇവിടെ തന്നിട്ടുണ്ട്, ആൻസർ തന്നിട്ടുണ്ട്. അൽ ഫിഅലുൽ മാദി അൽ മുസ്ബത്ത് ഇല്ലാ മഅ ഗൈരിഹി അർബഅശറത സിഗ മഅറൂഫൻ. ഇതിൽ നിന്ന് ശരിയായത് എടുത്ത് എഴുതാനാണ്. അൽ ഫിഅലുൽ മാദി, മാദിയായ ഫിഅൽ, ലഹു അതിനിക്കുണ്ട്, അർബഅശറത സിഗ 14 സിഗകളുണ്ട്. അപ്പൊ ഒന്നാമത്തത് ഇതാണ്. ഇനി അടുത്തത് ഫിഅലുൻ യദുല്ലു അലാ വുഖൂഇ അംരിൻ ഫി സമാനിൽ മാദി. മാദിയായ കാലത്ത് സംഭവിച്ച ഒരു പ്രവർത്തനത്തെ അറിയിക്കുന്നതാണ് ഏത്? ഫിഅലു മാദി. ഇത് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി അടുത്തത് ഇദാ ദുകിറൽ ഫായിലു മഅൽ ഫിഅലി. ഫിഅലിന്റെ കൂടെ ഫായിൽ പറയപ്പെട്ടാൽ യുസമ്മ അതിന് പറയപ്പെടും മഅറൂഫൻ, മഅറൂഫ് എന്ന് പറയപ്പെടും. ഇനി അടുത്തത് അൽ ഹർഫു. ഹർഫു എന്ന് പറഞ്ഞാൽ ലഫ്ലുൻ ലൈസ ലഹു മഅനൻ, അതിന് സ്വന്തമായിട്ടൊരു മഅന ഇല്ല. എന്തോട് കൂടെ അല്ലാതെ? ഇല്ലാ മാ ഗൈരിഹി, വേറൊന്നിനോട് കൂടുമ്പോൾ മാത്രമാണ് എന്ത്? ഹർഫിനിക്ക് ഒരു മഅനയുള്ളത്. അപ്പൊ 4. ഈ രൂപത്തിലാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്തത് അരിഫ്, നിർവചനം എഴുതാനാണ്. എന്താണ് ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ഫിഅല് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇസ്മു ലഫ്ളുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ വലാ യദുല്ലു അലാ സമാനിൻ. സ്വന്തമായിട്ട് തന്നെ അതിനെന്തുണ്ട്? ഒരർത്ഥമുണ്ട്, ഒരു കാലത്തിന്റെ മേലിലൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ലഫ്ളുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ വലാ യദുല്ലു അലാ സമാനിൻ, അതാണ് ഇസ്മ. ഇനി എന്താണ് ഫിഅല് എന്ന് പറഞ്ഞാൽ? ഫിഅൽ എന്ന് പറഞ്ഞാൽ ലഫ്ളുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ വയദുല്ലു അലാ സമാനിൻ, അതിന് സ്വന്തമായിട്ട് അർത്ഥമുണ്ട്, വയദുല്ലു അലാ സമാനിൻ ഒരു കാലത്തിന്റെ മേൽ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ കഴിഞ്ഞു പോയതോ വരാനുള്ളതോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ 3-4 കാലമുണ്ടല്ലോ, അതിലേക്ക് അറിയിക്കുന്നതായിരിക്കും ഫിഅൽ. ഇനി അടുത്തത് ഇവിടെ സർഫാക്കാനാണ്. നജഹത നജഹത നജഹതുമാ നജഹതും നജഹതി നജഹതുമാ നജഹതുന്ന. അതുപോലെ മകസ്ത മകസ്തുമ മകസ്തും മകസ്തി മകസ്തുമ മകസ്തുന്ന.
ഖറഅത, ഖറഅതുമാ, ഖറഅതും, ഖറഅതി, ഖറഅതുമ, ഖറഅതുന്ന. ഈ രൂപത്തിൽ അതിനെ സർഫാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ 12 മാർക്ക് അവിടെ കിട്ടും. അടുത്തത് ഉക്തുബിൽ അൽഫാല, താഴെയുള്ള ഈ ഫീലുകളുടെ ലഫ്ള് എഴുതുക എന്ന് വെച്ചാൽ അവിടെ സീഗ എഴുതുകയാണ് വേണ്ടത്, അതാണ് ഉദ്ദേശം. ഈ ഫഅൽതുന്ന, ഫഅൽതുന്ന എന്നുള്ളതിന്റെ സീഗ എഴുതുകയാണ് വേണ്ടത്. ഈ ഫഅൽതുന്ന എന്നുള്ള ഫീല് അത് ഏതാണ്? അത് ജം ആണ്, മുമ്പിലുള്ള കുറെ സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ്, അപ്പൊ ജം ആണ്. പിന്നെ സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ്, അപ്പൊ ജം മുഅന്നസ് ആണ്. പിന്നെ മുമ്പിലുള്ള സ്ത്രീകളെ സൂചിപ്പിക്കാനാണ്, അപ്പൊ ജം മുഅന്നസ് ഹാലിർ ആണ്. പിന്നെ ഏത് ഫീലാണത്? ഫിഅല് മാളി മഅറൂഫ് മുസ്ബത്താണ്. അപ്പൊ എങ്ങനെ എഴുതണം? ജം മുഅന്നസ് ഹാലിർ ആണ്. അതുപോലെ ഫിഅല് മാളി മഅറൂഫ്, ഫിഅല് മാളി മഅറൂഫ് മുസ്ബത്ത്, ഇങ്ങനെ എഴുതണം അതിന്റെ സീഗ. ജംഉ മുഅന്നസ് ഹാലിർ, ഫിഅല് മാളി മഅറൂഫ് മുസ്ബത്ത്. ഇനി അടുത്തത് ഫഅൽതു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു എന്നാ. അപ്പൊ മൈസെൽഫിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ അത് മുത്തക്കല്ലിമാണ്. അൽ മുത്തക്കല്ലിം, വഹദാൻ മുത്തക്കല്ലിം എന്നുള്ള രൂപത്തിൽ പറയാം. അല്ലെങ്കിൽ അൽ മുത്തക്കല്ലിമുൽ വാഹിദ്, അൽ മുത്തക്കല്ലിമുൽ വാഹിദ്, അൽ മുത്തക്കല്ലിമുൽ വാഹിദ്. പിന്നെ ഏത് ഫീലാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനൽ ഫീലിൽ ഇവിടെ ഹാദിർ എന്നുള്ള വരുന്നില്ല. അപ്പൊ അൽ മുത്തക്കല്ലിമുൽ വാഹിദ് മിനൽ ഫിഅലിൽ മാളി മഅറൂഫ് മുസ്ബത്ത്. ഇനി അടുത്തത് ഫഅൽന, ഞങ്ങൾ പ്രവർത്തിച്ചു. അതേതാണ്? ജംഉ മുത്തക്കല്ലിമാണ്. ജംഉ മുത്തക്കല്ലിം കുറെ ആളുകളുണ്ടല്ലോ, അപ്പൊ ജംഉ മുത്തക്കല്ലിം. പിന്നെ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ മിൻ ഫിഅലിൽ മാളി മഅറൂഫ് മുസ്ബത്ത്. ഈ രൂപത്തിലാണ് അതിന്റെ സീഗ എഴുതേണ്ടത്. ഇനി അടുത്തത് അജീബ്, ഉത്തരം എഴുതുകയാണ് വേണ്ടത്. എന്താണ് കലാം എന്ന് പറഞ്ഞാൽ? അൽ കലാമു ഫിൽ ലുഗത്തിൽ അറബിയ്യ മാ ഹുവ. അപ്പൊ എന്താണ് അൽ കലാമു ഫിൽ ലുഗത്തിൽ അറബിയ്യ? അറബി ഭാഷയിൽ ഒരു കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലഫ്ളുൻ മുഫീദുൻ ഫായിദത്തുൻ യഹ്സുനു സുകൂതു അലൈഹ. ലഫ്ളുൻ മുഫീദുൻ ഫായിദുൻ, പൂർണ്ണമായ ആശയം ലഭിക്കുന്ന ഒരു വാക്കാണത്. യഹ്സുനു സുകൂതു അലൈഹ, അതിന്മേൽ ഒരു പൂർണ്ണ വിരാമം ലഭിക്കും എന്ന് വെച്ചാൽ അർത്ഥപൂർണമായ ഒരു വാചകത്തിനാണ് കലാമ് എന്ന് പറയുക. അപ്പൊ ലഫ്ളുൻ മുഫീദുൻ ഫായിദത്തുൻ യഹ്സുനു സുകൂതു അലൈഹ, അതാണ് കലാം എന്ന് പറഞ്ഞാൽ. ഇനി തർജ്ജമ ചെയ്യാനാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. യാ മുഹസിൻ, ഓ മുഹസിനെ, മത്താ വസൽത ഇലൽ ബൈത്തി. മത്താ വസൽത, മത്താ എന്ന് പറഞ്ഞാൽ എപ്പോൾ, വസൽത നീ എത്തിച്ചേർന്നത്, ഇലൽ ബൈത്തി വീട്ടിലേക്ക്. അപ്പൊ മുഹസിനെ, എപ്പോഴാണ് നീ വീട്ടിലേക്ക് എത്തിയത്? ഇനി ദുക്കൽ ജറസു ജാ അൽ ഉസ്താദു ഇല സഫി. ദുക്ക എന്ന് പറഞ്ഞാൽ അടിക്കപ്പെട്ടു എന്നാണ്. അൽ ജറസു ബെൽ, അപ്പൊ ബെൽ അടിക്കപ്പെട്ടു. ജാ അൽ ഉസ്താദു, ഉസ്താദ് വന്നു. ഇല സഫി, ക്ലാസ്സിലേക്ക്. അപ്പൊ ബെല്ലടിക്കപ്പെട്ടു, ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു. ഇനി അരിബ്, അറബിയാക്കാനാണ്. സ്വീകരണ മുറി, സ്വീകരണ മുറിക്ക് എന്താ നമ്മൾ അറബി പറയാ? ഇസ്തിഖ്ബാലുൽ, ഉർഫത്തുൽ ഇസ്തിഖ്ബാൽ എന്നാണ് പറയാ. ഉർഫത്തുൽ ഇസ്തിഖ്ബാൽ, സ്വീകരണ മുറി. പഠനമുറിക്ക് എന്താ പറയാ? ഉർഫത്തുദ്ദിറാസ, ഉർഫത്തുദ്ദിറാസ. ഇതാണ് ഇന്ന് നടന്ന ലിസാനുൽ ഖുർആനിന്റെ 8ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ ചോദ്യപേപ്പറിന്റെ ഒരു അവലോകനം. വിദ്യാർത്ഥികൾ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അള്ളാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.